ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. ഇപ്പൊ എന്താ പറഞ്ഞ നാണമില്ലയോടാ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. അതെ പോടാന്ന് ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. ഒരുമാതിരി ബൂർഷാ ടോണിൽ എന്നോട് സംസാരിക്കരുത്. ഇംഗ്ലീഷ് അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ്. എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. இங்க நான் தான் கிங். நான் வச்சதா ரூல்ஸ். அந்த ரூல்ஸ் எனக்கு இஷ்டத்துக்கு அப்பப்போ மாத்திட்டே இருப்பேன். ഞാൻ പറയുന്നേ നടക്കൂ. എന്നാ സാറേ മനസ്സിലായോ? എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടാ നിനക്കൊക്കെ? കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. ചെന്നെങ്കിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻ വീട്ടിന്റെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. താങ്ക്സ് മോനെ ദിനേശ. താങ്ക്സ് പൊളിക്കടാ.